ए इसका दूसरा तरीका बट बिना कंधे के डायरेक्ट इस पे। ये पूरा का पूरा गेम एनर्जी का गेम है और हम क्या सिखाते हैं, एनर्जी को कैसे पहचानना है, कैसे समझना है, कैसे देखना है। तो आपने मुझे पंच मारा, पंच मारो, पंच मारा, अब मेरे अंदर एनर्जी आई, अब मैं गुस्सा हुआ, मैंने कहा अच्छा तूने मुझे मारा, अब मैं तुझे मारूंगा। तो आपने मुझे एनर्जी दी, आपने कनेक्शन किया, मैंने हमारा भाई इसकी ड्रिल करते हैं, सर्कल बनाओ जल्दी से, सारे कनेक्शन शोल्डर टू शोल्डर, आप सारे ऐसे आ जाओ। मैंने बोला आप बहुत गंदे हो। मुझे इरिटेशन हुई, मैंने इनको मारा, इनको इरिटेशन हुई, इन्हें उनको मारा। ये देखो वो एनर्जी गई ना, अपने आप घूम रही थी। उससे ज्यादा एनर्जी से यूनिवर्स ने वापिस दिया। इसको कैसे हराएंगे? तो जब आपने मुझे धक्का दिया तो मैं उसको ऐसे कर दूंगा। जो भी हमें मिल रहा है वो क्या मिल रहा है वापसी में, जो हम दे रहे हैं। നമ്മളിപ്പോ കണ്ടത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ 2ാം പതിപ്പിന്റെ തുടക്കമായിട്ട് കുട്ടികൾക്ക് ജിജിത്സോ പരിശീലിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയെയാണ്. ജിജിത്സോയില് ബ്ലൂ ബെൽറ്റ് ഉള്ള ആളാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു നേച്ചർ തന്നെ അയാളുടെ പൊളിറ്റിക്കൽ കരിയറിൽ തന്നെ വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ഭാരത് ജോഡോ യാത്രയ്ക്ക് മുൻപുള്ള രാഹുൽ ഗാന്ധിയും ഭാരത് ജോഡോ യാത്രയ്ക്ക് പിമ്പുള്ള രാഹുൽ ഗാന്ധിയും എന്ന് നമുക്ക് രണ്ട് രീതിയിൽ അദ്ദേഹത്തെ കാണാൻ പറ്റും. അതായത് കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെയുള്ള ജനങ്ങളെ എല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ ഒരു അലൈൻമെന്റിലേക്ക് അടുപ്പിച്ചു നിർത്താൻ, അല്ലെങ്കിൽ സ്വന്തം വ്യക്തിപ്രഭാവത്തിലേക്ക് കൊണ്ടുവന്ന് കെട്ടി നിർത്താൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള PR പ്രൊപ്പഗാണ്ടകൾ പറഞ്ഞു വെച്ചാലും അതിനൊക്കെ അപ്പുറമായിട്ട് ജനങ്ങളുമായിട്ടുള്ള ഒരു നേതാവിന്റെ നേരിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ മോദി സ്വന്തം ഇമേജിനെ ബിൽഡപ്പ് ചെയ്തതെന്ന് വെച്ചാൽ മീഡിയാസിനെ കണ്ടമാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. മീഡിയയ്ക്ക് മുന്നിൽ ഇപ്പോഴും നമ്മൾ അദ്ദേഹത്തെ കളിയാക്കി പറയാറുള്ള ഒരു കാര്യമാണ്, മീഡിയയ്ക്ക് മുൻപിൽ പോസ് ചെയ്യുക, ക്യാമറയ്ക്ക് മുൻപിൽ നിൽക്കാനുള്ള ഒരവസരവും മോദി വിഫലമാക്കി കളയില്ല എന്നൊക്കെ നമ്മൾ കളിയാക്കി പറയാറുണ്ട്. പലതരത്തിലുള്ള വിഷ്വൽസും നമ്മൾ അതിനെ കൂട്ടി കണ്ടിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറിന്റെ പുറത്താണ്, അല്ലെങ്കിൽ അതിനെ മറികടക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി ജനങ്ങളുമായിട്ട് നേരിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ സെക്ഷൻസ് ഉണ്ടാക്കുന്നത് എന്ന് പറയാം. ഇപ്പോൾ സ്മൃതി ഇറാനിയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു കമന്റ് ഉണ്ട്. അത് വെറുതെ ഒരു കമന്റ് അല്ല, അതിങ്ങനെയാണ്: നിങ്ങൾ രാഹുൽ ഗാന്ധിയെ വില കുറച്ച് കാണരുത്, അയാളുടെ വിശാലമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്, അതിനെ നിങ്ങൾ കാണണം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ ബോധ്യം ഉണ്ടായിരിക്കണം. പറയുന്നത് BJP-യോടാണെന്ന് ഓർക്കണം. BJP-യോടും NDA അലയൻസിനോടുമാണ് സ്മൃതി ഇറാനി ഇത് കൊടുക്കുന്നത്. അതായത് അയാളുടെ രാഷ്ട്രീയം തന്നെ മാറിയിരിക്കുന്നു. മാറിയ ഒരു രാഷ്ട്രീയത്തിന്റെ പ്രവാചകനായിട്ട് രാഹുൽ ഗാന്ധി വരുമ്പോൾ അതിനെ ഭയപ്പാടോടുകൂടി കാണണമെന്ന് സ്മൃതി ഇറാനിക്ക് പറയേണ്ടി വരുന്നു. അതായത് കഴിഞ്ഞ ഇലക്ഷനിൽ സ്മൃതി ഇറാനി തോറ്റു. അതിനു മുൻപുള്ള ഇലക്ഷനിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് വിജയശ്രീ ലാളിതിയായി കേന്ദ്രമന്ത്രിയായി, കേന്ദ്ര മാനവവിഭവ വകുപ്പ് മന്ത്രിയായിട്ട് മാറിയ സ്മൃതി ഇറാനി, അല്ലെങ്കിൽ BJP-യുടെ കണ്ണിലെ മുത്തായിരുന്ന സ്മൃതി ഇറാനി, രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച എല്ലാ തരത്തിലുള്ള പ്രൗഢിയോടും തിളങ്ങി നിന്ന സ്മൃതി ഇറാനി പറയുന്നു, നിങ്ങൾ രാഹുൽ ഗാന്ധിയെ ഭയപ്പെടേണ്ട സമയമാണ് ഇത് എന്ന്. തീർച്ചയായും ആ പറച്ചിലിൽ കാര്യമുണ്ട്, കഴമ്പുണ്ട്. ഒരു ക്രൗഡ് പുള്ളറായിട്ട് മോദിക്കുള്ള സ്വാധീനം BJP-യിൽ മറ്റാർക്കുമില്ല എന്ന കാര്യം നമുക്കറിയാം. കോൺഗ്രസിന്റെ ക്രൗഡ് പുള്ളർ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. മോദിയുടെ അത്രയും കരിസ്മാറ്റിക് ആയിട്ടുള്ള ലീഡർ ആണോ രാഹുൽ ഗാന്ധി എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല എന്ന് തന്നെ പറയാം. അതിന് കാലത്തിന്റെ ഒരു പരിവേഷമുണ്ട്. അല്ലെങ്കിൽ ഒരു സമയത്ത് രാഹുൽ ഗാന്ധിയെ ഒരു പപ്പു ഇമേജിൽ കെട്ടിയിട്ട ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു പ്രൊപ്പഗാണ്ടയുണ്ട്. അതിനെ പൊട്ടിച്ച് താൻ മുതിർന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്, തനിക്ക് അതിന്റെ ചാരുതകൾ ഉണ്ട് എന്ന് തെളിയിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് ഈ കഴിഞ്ഞ നാളുകളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ജിജിത്സു പഠിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത് റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിനെയാണ്. പുടിനൊക്കെയാണ് ശരിക്കും ഈ കരാട്ടയിലും അല്ലെങ്കിൽ ആയോധന കലയിലും ഒക്കെ പ്രതിയോഗിനെ മലർത്തിയടിക്കുന്ന, സ്വന്തം ശരീരത്തിന്റെ മെയ്വഴക്കം കൊണ്ട് കാണികളെ മുഴുവൻ പിടിച്ചിരുത്തുന്ന ആ ഒരു കരിസ്മയൊക്കെ പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ ഒരു വേഷത്തിൽ കാണുമ്പോൾ, ഇങ്ങനെ ഒരു ബ്ലൂ ബെൽറ്റ് ഒക്കെ ഇട്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അത് ഒട്ടും ചെറുതല്ലാത്ത ഒരു രോമാഞ്ചം തന്നെയാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് ഇത്ര ചുറുചുറുക്കുള്ള ഒരു നേതാവ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. മോദിയെ പോലെ അങ്ങേയറ്റം പൗരോഹിത്യ വേഷങ്ങളിൽ അല്ലെങ്കിൽ
സന്യാസ വേഷമെടുത്ത് അണിഞ്ഞ് അനങ്ങാപ്പാറയെ ഇരിക്കുന്ന ഒരാളല്ല രാഹുൽ ഗാന്ധി എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അത് മാത്രമല്ല, മോദിക്കൊരു വിപരീതമായി നിൽക്കുവാനും രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം ഏറ്റവും പ്രധാനമായ കാര്യമാണ്. അത് മാത്രമല്ല, മോദിക്കൊരു പ്രതിയോഗിയായി നിൽക്കാൻ താൻ എന്തുകൊണ്ടും പറ്റിയ ഒരാളാണ് എന്ന് തെളിയിക്കുവാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാം ഭാരത് ജോഡോ യാത്ര ഏതൊക്കെ തരത്തിൽ പരാജയമാണെന്ന് BJPയുടെ IT സെല്ലുകൾ പ്രചരിപ്പിക്കാൻ നോക്കിയാലും അത് അങ്ങനെയല്ല. മൊയ്ദിയെ വിചാരിക്കുന്ന പോലെയേക്കാളല്ല, ഇന്ത്യൻ ജനതയുടെ മനസാക്ഷിക്കുള്ളിൽ രാഹുൽ ഗാന്ധിക്ക് ഇടം നേടിക്കൊടുത്ത ഒരു വ്യക്തമായിട്ടുള്ള പൊളിറ്റിക്കൽ ജാഥ തന്നെയായിരുന്നു ഭാരത് ജോഡോ യാത്ര. ഞാൻ വ്യക്തിപരമായിട്ട് ഒരു കോൺഗ്രസ് അനുഭാവിയോ കോൺഗ്രസിനോട് ഏതെങ്കിലും തരത്തിൽ ചേർന്ന് നിൽക്കുന്ന ഒരാളോ അല്ല. പക്ഷേ ഇവിടെ പറയേണ്ട ഒരു കാര്യമുണ്ട്. അത് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഇത്തരത്തിലുള്ള ഒരു നേതാവ് ഇല്ലാതായി പോകുന്നു എന്നൊരു കാര്യമാണ്. പണ്ടൊക്കെ എത്രമാത്രം യുവരക്തങ്ങൾ ഇടതുപക്ഷത്തിന്റെ സിരകളിലൂടെ ഓടിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ അവർക്കൊക്കെ ഇപ്പോൾ വല്ലാത്തൊരു ദുർമേധസ് പിടിപെട്ടിരിക്കുന്നു എന്ന കാര്യമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ സ്വന്തം ശരീരത്തിലെ കൊഴുപ്പടിഞ്ഞ് അവർ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾക്ക് ഇത്തരത്തിലുള്ള നേതാക്കന്മാർ മാതൃകയാവുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. ഒരു നേതാവ് എന്നാൽ ഒരു ദിവസം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മോളിൽ നിന്ന് നൂലിൽ കെട്ടി ഇറക്കേണ്ടതല്ല. ഒരു നേതാവ് ഉണ്ടായി വരേണ്ടതാണ്. അയാൾ ജനങ്ങളുടെ ചോരയിലും ഞരമ്പിലും അവരുടെ തോളോട് തോളൊപ്പം ചേർന്ന് നിന്ന് പണിയെടുത്തു വേണം അധികാരത്തിന്റെ കസേരകളിൽ ഏറുവാൻ എന്ന കാര്യത്തിൽ മോദി ആയാലും പിണറായി വിജയനായാലും രാഹുൽ ഗാന്ധി ആയാലും ഒരേ തരത്തിലുള്ള നയം തന്നെയാണ് ഉള്ളത്. ഇവരെല്ലാവരും തങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെ സ്വയം നിർമ്മിച്ചെടുത്തവരാണ്. ഇവർ മൂവരും തങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തെ ജനങ്ങൾക്കൊപ്പം നിർന്ന് ഉണ്ടാക്കിയെടുത്തവരാണ്. അത്തരത്തിൽ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ ഭൂതകാലത്ത് നേരിടേണ്ടി വന്ന പരാജയങ്ങളെല്ലാം അയാളിലെ നേതാവിനെ പുറത്തെടുക്കുവാനുള്ള, ഒരുപക്ഷെ മോദിയേക്കാൾ മികച്ച ഒരു നേതാവായിരിക്കാം രാഹുൽ ഗാന്ധിയിൽ നിന്ന് നാളുകളിൽ നമ്മളെ കാത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു നേതാവിനെ പുറത്തെടുക്കുവാനുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയിൽ വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. ആ പരിശ്രമങ്ങളെല്ലാം ഫലപ്രാപ്തിയിൽ എത്തട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.